സമരസമിതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെയർമാൻ ബഹുമാനപ്പെട്ട കുടുക്കൽ ബാബു, അതേപോലെ തന്നെ ജനറൽ കൺവീനർ പുഷ്പൻ, രക്ഷാധികാരിയായ മിച്ചുമൊഴി, മറ്റ് സമര ഭടന്മാരെ, വനിതാ വിങ്ങിൻ്റെ ഷീജ ബാബു, റജുല, സൗദ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ജനകീയ സമരസമിതി പന്തൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് 67-ാം ദിവസമാണ്. ഈ 67 ദിവസത്തിനുള്ളിലേക്ക് ഒരുപാട് റിസൾട്ട് നമ്മുടെ ഈ സമരത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ ഓരോ സമരഭടന്മാരെയും അതുപോലെ തന്നെ വനിതാംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും തികഞ്ഞ അച്ചടക്കത്തോടു കൂടി വളരെ അടുക്കും ചിട്ടയുള്ള ഒരു സമരസമിതി ഈ 67 ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഏകദേശം 99% അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, ഒരുപാട് അധ്വാനങ്ങൾ രാപ്പകലില്ലാതെ നമുക്ക് നമ്മുടെ ഈ റംസാൻ വ്രതം നോറ്റുകൊണ്ടും, എന്തിനധികം പറയുന്നു, പെരുന്നാൾ ദിനത്തിൽ പോലും നമ്മൾ ഈ സമര വേദിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മധീരരായ സമരഭടന്മാർ എസ്റ്റേറ്റിനുള്ളിൽ ചെന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ തെളിവുകൾ ശേഖരിക്കുന്നതും അനധികൃതമായുള്ള മാലിന്യ സൂക്ഷിപ്പും എല്ലാ മാർഗങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നിയമപരമായി ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കുന്നതിനും ഒരുപാട് കഷ്ടപ്പെടുന്ന, അതായത് ഈ നമ്മുടെ ഈ സമരപ്പന്തൽ ഇരിക്കുക തന്നെയല്ല ചെയ്യുന്നത്, ഫീൽഡിൽ ഇറങ്ങി ഒരുപാട് വർക്കുകൾ, അതേപോലെ തന്നെ നിയമപരമായി എല്ലാ കാര്യങ്ങളും നീക്കുന്ന നമ്മുടെ ചെയർമാൻ, അതേപോലെ തന്നെ പുഷ്പൻ, അജ്മൽ, മുജീബ് തുടങ്ങിയവരൊക്കെ ഓരോ നിമിഷവും നിയമാനുസൃതമായി അതിൻ്റെ മാർഗങ്ങൾ തേടിക്കൊണ്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോട് 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനനുസൃതമായി തന്നെ നമുക്ക് ആവശ്യമായ രേഖകൾ, തെളിവുകൾ സമ്പാദിക്കുന്നതിനായി നമ്മുടെ ഈ ധീരരായ കർമ്മകർമ്മ പട്ടിണി കിടന്നിട്ടും കൊതുകടി കൊണ്ടും രാത്രി രാപ്പകലില്ലാതെ എസ്റ്റേറ്റുകൾ ചെന്നിട്ട് രാപ്പാർക്കുന്ന അവസ്ഥയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. എനിക്ക് ശാരീരികമായ സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് സാധാരണ എസ്റ്റേറ്റിൽ പോകാനൊന്നും കഴിയാറില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നാലും എൻ്റെ മനസ്സ് അവിടെയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഇത്രയധികം ത്യാഗം സഹിച്ച് ഏതായാലും നമ്മുടെ ഈ സമരം വൻ വിജയത്തിലേക്ക് എത്തുന്നുള്ളതിന് നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഈ സമരത്തിന് ഇപ്പോൾ നമ്മുടെ ഓരോ ഘട്ടം, അടുത്ത ഘട്ടം നമ്മുടെ ചെയർമാൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ 24 വ്യാഴാഴ്ച കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് നമ്മുടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതും അതേപോലെ തന്നെ നല്ല വമ്പിച്ച വിജയമാക്കി നമുക്ക് കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. തങ്ങളുടെ ബന്ധുക്കളെയും സഹോദരന്മാരെയും കൂട്ടുകാരെയും സ്നേഹിതരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഉദ്യമം വൻ വിജയമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.